അച്ഛന്റെ എല്ലാ കാര്യത്തിനും അച്ചു ചേച്ചി വേണമായിരുന്നു. ഇപ്പൊ എങ്ങനെ അച്ചു ചേച്ചി അച്ഛന്റെ പ്രിയപ്പെട്ടവളല്ലാതായി? ആതിര ആ പറഞ്ഞ തെറ്റാ. ഇന്നലെ വരെ അല്ല, ഇന്നും അർച്ചന ഈ വീടിനും അച്ഛനും ഇവിടെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടവള് തന്നെയാ. നാളെയും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. സത്യം പറഞ്ഞ ഒരു പെണ്ണിന് എല്ലാവരെയും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പോലും അമ്പരന്നിട്ടുണ്ട്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അർച്ചനയാ. എല്ലാവർക്കും അങ്ങനെ കഴിയില്ലായിരിക്കാം, പക്ഷേ അർച്ചനയ്ക്ക് അതിന് കഴിയും. കാരണം അർച്ചന അത്രയ്ക്ക് നന്മയുള്ളവളാ. പക്ഷേ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ജോൽസിന്റെ തീരുമാനം അനുസരിക്കുക എന്നുള്ളതാ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അർച്ചനയ്ക്ക് സച്ചിക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴത്തെ ഈ തീരുമാനത്തെ വ്യക്തിപരമായിട്ട് ആരും എടുക്കേണ്ട കാര്യമില്ല. തൽക്കാലത്തേക്ക് കുറച്ചു ദിവസം അർച്ചന ഈ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നു, അങ്ങനെ വിചാരിച്ചാ മതി. അർച്ചനയുടെ തിരുസ്ഥാനത്ത് ചേച്ചിയായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? എന്താ സംശയം? ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി 100 വട്ടം ഞാനത് ചെയ്യുമായിരുന്നു. പിന്നെ അർച്ചനയോട് ആർക്കും ഒരു വിരോധവും ഇല്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ പറ്റൂ. അർച്ചന ഇവിടുന്ന് പോകുന്നതില് അച്ഛന് വിഷമം ഇല്ലെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അച്ഛന്റെ വിഷമം എത്ര വലുതാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു കുടുംബത്തിന്റെ പൊതുവായ ഒരു കാര്യം വരുമ്പോ എല്ലാവരും ആ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ തീരുമാനം എടുക്കുന്നത്. അർച്ചനയും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഇതില് അച്ഛനൊരു റോളും ഇല്ല, അല്ലേ അച്ഛാ? അങ്കിളുടെ വായ ചേച്ചി മൂടിക്കെട്ടി. ഈ കുതന്ത്രം ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ ഇവിടെ നിന്ന് മാറി നിൽക്കാനോ അർച്ചനയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ വീടിന് മേൽ പതിച്ച ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് മാത്രം ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ഇപ്പോഴും അർച്ചന ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അച്ചു ചേച്ചി പിന്നെ പോവില്ല. അച്ഛനതെങ്ങനെ പറയാൻ പറ്റും? തീരുമാനം എടുത്ത ആൾക്ക് മാത്രമല്ലേ പിന്തിരിയാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ചെന്ന് അർച്ചനയോട് പറ, അല്ലാതെ ഹാർട്ട് പേഷ്യന്റ് ആയ അച്ഛനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പൊ തന്നെ അച്ഛന്റെ BP വളരെ ഹൈയാ. ദയവ് ഇത് നിങ്ങളൊന്ന് പോ പ്ലീസ്. ഈ വീട്ടില് അർച്ചനടുത്ത് ആരുടെങ്കിലും ഒരു വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛന്റെ വാക്കാ. ഏത് സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടായാലും ആരുടെ പ്രേരണ കൊണ്ടായാലും അച്ഛനത് പറയാതിരുന്ന പിന്നീട് നമ്മളെല്ലാരും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അച്ഛന്റെ ഈ മൗനമായിരിക്കും നാളെ ഈ കുടുംബം തകർക്കാൻ പോകുന്നത്. ഇനി തീരുമാനം അച്ഛന്റെയാ.